ദൈവവിശ്വാസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു എന്താ പറയുക ബലാത്സംഗം ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് വീഞ്ഞു കുടിച്ചിട്ട് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറയുന്നത് കുരിശിനെ തിരിച്ചു വെച്ചിട്ട് കുരിശിനെ കളിയാക്കിക്കൊണ്ട്, അതായത് ക്രിസ്തീയ വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രതിബിംബത്തെ എന്താ പറയുക അതിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് സെക്സ് ചെയ്യുക, അല്ലെങ്കിൽ മദ്യപിക്കുക എന്ന് വേണ്ട എന്ത് ദൈവം നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാം മോശം വശങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ആത്യന്തികമായിട്ട് സാത്താൻ സേവ എന്ന് പറയുന്നത് മോശമാണല്ലോ. ഇയാൾ വെറുതെ ഒന്നുകൂടെ ആലോചിച്ചോട്ടെ, ഈ ദൈവവിശ്വാസികളാണോ ഈ ആറ്റം ബോംബൊക്കെ കണ്ടുപിടിച്ചത്? അതിന് കുറിച്ച് ആത്യന്തികമായി പഠിക്കേണ്ടിയിരിക്കുന്നു. അയാൾ ദൈവവിശ്വാസം നമുക്ക് ഉറപ്പുറയ്ക്കാം. ഞാൻ ചോദിക്കട്ടെ, ഒരു ദൈവവിശ്വാസം സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്ത് നെതന്യാഹുവിന് ഒരു ദൈവവിശ്വാസമായിട്ട് സാറിന് തോന്നുന്നുണ്ടോ? ഞാൻ അതങ്ങനെ വേറെ അങ്ങനെ ഇയാൾ ആരോപിച്ച് ചടയെന്ന് പെട്ടെന്ന് നെതന്യാഹുവിന്റെ ഒക്കെ പേര് പറയുന്നതുകൊണ്ട് തീരത്തില്ലത്. ഞാൻ പറയുന്നത് നല്ല കാര്യങ്ങളാണ്, നല്ലതാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആറ്റം ബോംബല്ല. അല്ല, ഈ അബ്ദുൽ കലാം നല്ല ആളാണോ? ഞാൻ നല്ലതായിട്ട് വിശ്വസിക്കും. അങ്ങനെയാണെങ്കിൽ ആറ്റം ബോംബ് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആളാണ്. അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഈ പറഞ്ഞ നെതന്യാഹു വരെ പോകേണ്ട കാര്യമൊന്നുമില്ല.